ഇത് നട്ടെല്ലിനെ മുമ്പോട്ട് വളയ്ക്കാനുള്ള യോഗയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വയറ് വളയ്ക്കരുത്, അര വളച്ചിങ്ങനെ വരിക. ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണത്. തല ഇങ്ങനെ തന്നെ ഇരിക്കും, ശരീരം ഇങ്ങനെ പോകും. ഇവിടെ ഇങ്ങനെ മുട്ടി 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 വരും. ഇതിങ്ങനെ വന്നിട്ട് അവസാനം വേണം നമ്മളുടെ മൂക്ക് നെറ്റി മുട്ടാൻ. നിവർന്ന് വരുമ്പോഴേ അതുപോലെ ആദ്യം തല നിവരും, അതിനുശേഷം ശരീരം ഇങ്ങനെ നിവർന്ന് വരും. ഇതാണ് എന്റെ പൊസിഷൻ. പക്ഷെ പലരും വളയണത് ഇങ്ങനെ വളയും. ഇങ്ങനെ വളഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിച്ച് പ്രയോജനം കിട്ടില്ല. നടുവാണ് വളയേണ്ടത്, വയറല്ല വളയേണ്ടത്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് തന്നെ ഞാൻ കാണിച്ചു തന്നത് നമ്മുടെ താട നിലത്ത് കുത്തിയിട്ട് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഇത് പറ്റാത്തവർക്കാണ് ഇങ്ങനെ പിടിച്ച് ചെയ്യേണ്ടത്. ഇനി ഇത് പറ്റാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്തത് താട നിലത്ത് കുത്തിയിട്ട് കണ്ണുകൊണ്ട് നേരെ നോക്കി. തൈറോയിഡിന്റെ പ്രശ്നം ചെയ്യാം. താട കുത്തിയിട്ട് കൈ ഇങ്ങനെ വയ്ക്കും. ഇതാണ് ചെയ്തത്. പിന്നെ നമ്മൾ നമ്മുടെ ഡിസ്കിനെ ഒന്ന് തിരിച്ചു. ഇത് നമ്മൾ മുമ്പോട്ട് വളഞ്ഞത്. ഡിസ്കിനെ വളയ്ക്കാൻ നമുക്ക് തന്നെ. കൈ ഇവിടെ കുത്തിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യിക്കണം ഇങ്ങനെ. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വന്നു. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് പോയി. കൈ കുത്തി ട്വിസ്റ്റ് ചെയ്യിച്ചു. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വന്നു. ഇതാണ് നമ്മൾ ചെയ്തത്. ഇത് നമുക്ക് പലതരത്തിൽ ചെയ്യാം. അപ്പോൾ ഓരോ ചെയ്യുമ്പോഴും നമ്മുടെ ഓരോ ഡിസ്കിനാണ് പ്രയോജനം കിട്ടുന്നത്. ഇത് തന്നെ നമുക്ക് കാല് നീട്ടി ഇരുന്നിട്ട് ചെയ്യാം. ഇങ്ങനെ പോവാം, അങ്ങനെ പോവാം, ഇങ്ങനെയും പോവാം. ഇങ്ങനെ എടുത്ത് നമുക്ക് ഇങ്ങനെ പോവാം. എല്ലാം നമ്മുടെ നട്ടെല്ലിനെ തിരിച്ചിരിക്കാൻ വേണ്ടിയാണ്. ഡിസ്കിനുള്ളിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ ഡിസ്ക് പ്രോബ്ലം നാളെ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണം. അത് കൂടാതെ ഒരുപാട് തരത്തിൽ ചെയ്യാനുണ്ട്. മൊത്തം ഒന്ന് നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പോവാം. കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോവാം. അടുത്ത കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. കാലിങ്ങനെ വയ്ക്കും. ഈ കൈ കൊണ്ടുവന്ന് ഈ കാലിന്റെ ഇവിടെ പിടിക്കും. അതിനുശേഷം ഇങ്ങനെ തിരിഞ്ഞു. ഏതെങ്കിലും രണ്ടോ മൂന്നോ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന്റെ നട്ടെല്ലിന്റെ ട്വിസ്റ്റിങ് അത് കറക്റ്റായിട്ട് വരും. പിന്നെ നമ്മൾ ഇത് പർവ്വതാസനം, പർവ്വതം പോലെ നിൽക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഉപ്പൂറ്റി നിലത്ത് പതിഞ്ഞിരിക്കണം. എന്താ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം. ഉപ്പൂറ്റി പതിഞ്ഞ് ഇവിടെ ഒരു പിടുത്തം വരും. നമ്മുടെ ഞരമ്പുകൾ ഇവിടെ ഇങ്ങനെ പിടിക്കും. ഇവിടുന്ന് ഒരു ഞരമ്പ് ഇങ്ങനെ ഇറങ്ങി കാലിലേക്ക് പോകുന്ന ഞരമ്പ് ഒരു പിടുത്തം വരും. അപ്പൊ ആ ഞരമ്പുകള് വലിഞ്ഞു മുറുകാനും
ഞരമ്പുകൾക്ക് അകത്തുകൂടിയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കാനൊരു സൗകര്യമാണ് പർവ്വതാസനം. ഇത് നമുക്ക് 5 മിനിറ്റ് അങ്ങനെ നിന്നിട്ട് നമുക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാം. നിന്നിട്ട് പിന്നെ 8-10 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യാം. പിന്നെ ഹൈപ്പർ ടെൻഷൻ ഇല്ലാത്തവർക്ക്, പ്രഷർ ഇല്ലാത്തവർക്ക് ഞാനൊരു ഇത് കാണിച്ചു തരാം. ഇത് ചെയ്താൽ പ്രഷർ ഉണ്ടാകില്ല, പ്രഷർ ഉള്ളവർ ചെയ്യരുത്. ഇങ്ങനെ നിന്നിട്ട് ഇവിടെ നിലത്ത് വെക്കുക. മൃഗനില നിലത്ത് കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക. അത് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ ചെയ്യണ്ട, പ്രഷർ ഉള്ളവർ ചെയ്യണ്ട, അല്ലാത്തവർക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെയ്തത് ശരീരത്തിൽ പിറകോട്ടൊന്ന് വളച്ചു. ഇപ്പൊ നമ്മൾ മുമ്പോട്ട് വളച്ചു, സൈഡിലേക്ക് വളച്ചു. ഇനി ശരീരത്തിൽ നട്ടലിന് പിറകോട്ട് വളയണം, എങ്കിലേ പൂർത്തിയാവുള്ളൂ. അതിന് നമ്മൾ ചെയ്തത് ഇവിടെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വളയാം. കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വളയാം. ഈ 2 ഡിസ്കിന് പ്രശ്നമുണ്ടെങ്കിൽ ഈ 2 പെരുവിരല് ആ ഡിസ്കിന്റെ ഭാഗത്ത് വെക്കണം. ഇവിടെ ഏത് ഡിസ്കാന്ന് നോക്കുക. തൊട്ടാ ഡിസ്കിന് പ്രശ്നമുള്ളവർക്ക് ആ ഡിസ്കിൽ തൊന്നും വേദന ഉണ്ടാവും. ആ വേദന ഡിസ്കിൽ വെക്കുക. ഡിസ്കിൽ വെച്ചിട്ട് ഇങ്ങനെ വളയുക. പിന്നെ മറിഞ്ഞു കഴിഞ്ഞാൽ അത് കുറയും. പിന്നെ അത് കൂടാതെ പിന്നെ സാധിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യാൻ തരും. ഇതിന്റെ പേര് ഉഷ്ട്രാസനം. ഉഷ്ട്രാസനം, ഒട്ടകം പോലെ നിൽക്കുക. ഇത് നട്ടലിനെ പുറകോട്ട് വളയ്ക്കും, കൂന് മാറി കിട്ടും. അതുപോലെ ഡിസ്കിന്റെ പ്രശ്നങ്ങൾ, രോഗങ്ങൾ കുറഞ്ഞു വരും. ഉറക്കക്കുറവും ഓർമ്മക്കുറവും ഒക്കെ കുറഞ്ഞു വരും. നമുക്ക് ഉന്മേഷം കൂടുതൽ ഉണ്ടാവും. അതിന് ഈ ഡിസ്കിന്റെ യോഗാസനങ്ങളെല്ലാം വളരെ നല്ലതാണ്. പിന്നെ നമ്മളിത് മാർജാനാസനം, പൂച്ച നിവരുന്ന പോലെ ശ്വാസം എടുത്തുകൊണ്ട് തല നിവർത്തി, ശ്വാസം വിട്ടുകൊണ്ട് മുതുക് നിവർത്തി, ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കും. ഇവിടെ വളഞ്ഞു വരും, താണിരിക്കും. ശ്വാസം എടുത്തുകൊണ്ട് വളയും, ശ്വാസം എടുത്തുകൊണ്ട് വളയും, ശ്വാസം വിട്ടുകൊണ്ട് കൂഞ്ഞു. ഇതാണ് മാർജാനാസനം. ഒരെണ്ണോടെ ഉണ്ട്, അതിനെ കാണിച്ചു തരാം. ഇങ്ങനെ നിന്നിട്ട് കാലുകുത്തി ആദ്യം നിന്നുള്ള പർവ്വതം നിന്നോളം നിൽക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ വളയുക. ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ വളയും, ശ്വാസം വിട്ടുകൊണ്ട്, ശ്വാസം എടുത്തുകൊണ്ട്, ശ്വാസം വിട്ടുകൊണ്ട്, ശ്വാസം വിട്ടുകൊണ്ട് കൂഞ്ഞ. ഇത് നമുക്ക് വളരെ നല്ലൊരു നട്ടലിന് ശരിക്ക് പ്രയോജനം കിട്ടുന്ന, സ്റ്റിമുലേഷൻ കിട്ടുന്ന, വ്യായാമം കിട്ടുന്ന ഒരു യോഗയാണത്. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ചെയ്യുന്ന കാലിന് ഉയർത്തുന്ന ആസനം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫ്രീ ആയിട്ട് കിടക്കുക, കൈകൾ കമത്തി വയ്ക്കുക. അതിനുശേഷം കാല് ഇത്ര ഉയർത്തിയാൽ മതി. ഇവിടെ ഒരു പിടുത്തം പറഞ്ഞ കാല് ഇങ്ങനെ, ശ്വാസം വിട്ടുകൊണ്ട് കാല് ചേർക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കാല് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് കാല് വയ്ക്കുക. ഇതാണ് ചെയ്യുന്നത്. അടുത്ത 2 കാലും കൂടി ഉയർത്തുന്നത്.
ശ്വാസം വിട്ടുകൊണ്ട് വയ്ക്കും. പിന്നെ നമ്മൾ ചെയ്തത് സൈക്കിൾ ചവിട്ടി. നീളത്തിൽ വലിയ ചവിട്ടണം, തിരിച്ചും ചവിട്ടണം. രണ്ട് കാലം കൊണ്ട് ചെയ്യാൻ നോക്കും. ഇതുപോലെ തിരിച്ചും ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അവസാനിക്കുമ്പോൾ നമ്മൾ മുമ്പോട്ട് ചെയ്തിട്ട് വേണം അവസാനിപ്പിക്കാൻ. ഇങ്ങനെ ചെയ്തിട്ട് വേണം അവസാനിപ്പിക്കാൻ. ഇത്രേ ഉള്ളൂ. നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് കീഴ്പോട്ട്, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് കീഴ്പോട്ട്, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് കീഴ്പോട്ട്. ഒരെണ്ണം കളിച്ചു തരാം. ഇങ്ങനെ ചെയ്താൽ മതി. പലതരത്തിൽ ചെയ്യാതെ. ഇത് നമ്മൾ നട്ടലിനെ ട്വിസ്റ്റ് ചെയ്യുകയാണ്. ജഡര പരിവർത്തനാസനം എന്ന് പറയും. ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ പോകും. തല ഇടത് സൈഡിലേക്കും കാല് വലത് സൈഡിലേക്കും പോകും. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരും. പിന്നെ ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ ഇടത് സൈഡിലേക്കും തല വലത് സൈഡിലേക്കും പോകും. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരും. ഇത് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ആസനമാണ്. ഇത്ര നമുക്ക് സാധാരണ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സാധിക്കുന്നവർക്ക് ഒരു ആസനം കൂടി കാണിച്ചു തരാം. അത് ചക്രാസനം എന്ന് പറയും. ചക്രാസനം. കൈയും കാലും കുത്തിയിട്ട് ശരീരത്തെ ചക്രം പോലെയാക്കുന്ന ആസനം. ഈ ചെയ്തതെല്ലാം പ്രമേഹമുള്ളവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ആസനങ്ങളാണ്. മുമ്പോട്ട് വളയുമ്പോൾ നമ്മൾ ഇവിടെയുള്ള പാൻക്രിയാസിന്റെയും കിഡ്നിയുടെയും ലിവറിന്റെ ഒക്കെ പ്രവർത്തനം നോർമലാവും. പിന്നെ നമുക്ക് ഒന്നുകൂടി ചെയ്യാം. അങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ പാൻക്രിയാസിന്റെ ഭാഗത്ത് കൈ വെച്ചിട്ട് നമുക്ക് ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ പോകാം. കൈ ചുറ്റി സൈഡിലും വെക്കണം. പൊക്കിളിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ പോയാൽ മതി. ശരിക്കും പാൻക്രിയാസിലേക്ക് കൈ ഒന്ന് വിട്ടു. ശരിക്കും നമ്മുടെ കിഡ്നിക്കും അതുപോലെ പാൻക്രിയാസിനും ഒക്കെ ഉള്ളിൽ സ്റ്റിമുലേഷൻ ഉണ്ടാവുന്നതാണ്. അങ്ങനെ പാൻക്രിയാസിൽ വീണ്ടും രക്തപ്രവാഹം വർദ്ധിക്കും, ഇൻസുലിൻ ഉത്പാദനം കൂടും. അതുപോലെ ഗ്യാസിന്റെ പ്രശ്നം കുറവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുനിയുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ ഉള്ള ബ്ലഡ് തലയിലേക്ക് ഒഴുകി വരും. തിരിച്ചു വരുമ്പോൾ തലയിൽ നിന്ന് വീണ്ടും സ്റ്റൊമക്കിലേക്ക് ഒഴുകി വരും. ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. തല കുത്തിവെക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ ബ്ലഡും തലയിലേക്ക് ഒഴുകി വരും. പർവ്വതാസനം നിൽക്കുമ്പോൾ നമ്മളുടെ ഈ ബട്ടക്സിന്റെ ഭാഗത്തുള്ള ബ്ലഡ് കാലിലേക്കും തലയിലേക്കും ഒഴുകും. അതുപോലെ തിരിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ശരിക്കും ഡിസ്കിനുള്ളിൽ കൂടി പോകുന്ന ധാരാളം നാടുകളും ഞരമ്പുകളുണ്ട്. ആ നാടുകളും ഞരമ്പുകളൊക്കെ വീണ്ടും സജീവമാകാനും ഡിസ്കിന്റെ പ്രോബ്ലം ഉണ്ടായിരിക്കാനും നടുവേദന ഉണ്ടാകാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ്.
അതുപോലെ പിന്നെ നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെ ഉയർത്തുമ്പോഴും നമ്മുടെ ഈ വയറിൽ പിടുത്തം വരും. മിക്കവാറും പ്രമേഹമുള്ളവർക്ക് വയറ് ചാടി വരുന്നുണ്ട്. കാരണം ഈ കിഴുവയറിങ് കൂടി വരും. വയറ് ചൂടി വരുന്നത് മനസ്സിലാക്കേണ്ട, ആർക്കെങ്കിലും കുടവയറുണ്ടോ ആ വയറ് മുഴുവൻ കൊഴുപ്പടിഞ്ഞു കൂടുന്നതാണ്. അത് മുഴുവൻ ഫാറ്റാണ്. ഈ ഫാറ്റ് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും, ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് വയറിപ്പോൾ എൻ്റെ വയറ് പോലെ ഉണ്ടോ, ഇതുവഴി ഒരു രോഗവും വരില്ല, ഇതുപോലെ ഇരിക്കും വയറ്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. ഈ നമ്മൾ കാല് ഉയർത്തുമ്പോൾ വയറിൽ പിടുത്തം വരും. പിടുത്തം വരുമ്പോൾ ആ കൊഴുപ്പ് പതുക്കെ അലുത്ത് പോകാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വയറ് എൻ്റെ വയറ് പോലെയായിട്ട് മാറും. അതാണ് ഒരു കാല് ഉയർത്തണത്, 2 കാല് ഉയർത്തണത് ചെയ്യേണ്ടത്. അതുപോലെ പിന്നെ നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ ഇതുപോലെ നമ്മൾ ഈ ജനനേന്ദ്രിയത്തിൽ ഒരുപാട് പേർക്ക് സെക്ഷൽ പ്രോബ്ലം ഉണ്ട്, ലൈംഗികശേഷി കുറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാൻ പറ്റും, പ്രമേഹമുള്ളവർക്ക് ലൈംഗിക അനുഭൂതി കുറഞ്ഞു പോകും. പണ്ടത്തെ പോലെ നമുക്കൊരു ലൈംഗികമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, സെക്ഷൽ ഡ്രൈവിൽ ഏർപ്പെട്ടിട്ടാൽ തന്നെ ഒരു അനുഭൂതി, സുഖം കിട്ടാത്ത അവസ്ഥ, ടൈം കിട്ടാത്ത അവസ്ഥ. അതുപോലെ ഈ ഇജാക്കുലേഷൻ, പെട്ടെന്നുള്ള ശുക്ലവിസർജനം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്ത്രീകൾക്കാണെങ്കിൽ ഓർഗാസത്തിന്റെ പ്രശ്നം, ഡ്രൈ ആയി പോകും, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ. അതുപോലെ മെൻസസ് പ്രോബ്ലം, മെൻസസ് ആകുമ്പോൾ വേദന എടുക്കുക, അതുപോലെ ഉണ്ടാവുക. അതുപോലെ അമിതമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക, ബ്ലീഡിങ് കുറഞ്ഞു പോവുക, യൂട്രസ് സിസ്റ്റ് വരിക, ഇങ്ങനത്തെ പ്രശ്നമൊക്കെ മാറാൻ നമുക്ക് മാത്രമല്ല, കുട്ടികൾക്ക്, നമ്മുടെ പിള്ളേരൊക്കെ കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഈ സൈക്കിൾ യൂത്തിൽ മാത്രം ജയിച്ചാൽ മതി, ഈ പ്രശ്നം കുറഞ്ഞു വരും. 1 മാസം ചെയ്യുമ്പോഴേക്കും പിന്നെ മെൻസ് പെയിൻ ഉണ്ടാവില്ല. ഇപ്പൊ നിലവിൽ അവർ പോയിട്ട് മാരകമായ പെയിൻ കില്ലർ മേടിച്ച് കഴിക്കുക ചെയ്യണത്, മെറ്റഫോറും പോലുള്ള ഗുളികകളും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ സൈക്കിൾ ചവിട്ടിയാൽ മതി, അത് വളരെയധികം പ്രയോജനം കിട്ടും. അതുപോലെ സൈഡിലേക്ക് തിരിയണത് ഞാൻ പറഞ്ഞു, നട്ടെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അതുപോലെ കൈ ഇങ്ങനെ ഉയർത്തുമ്പോൾ നമ്മുടെ ലങ്സ് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കും. ലങ്സിലേക്ക് പൂർണ്ണമായിട്ടും കൂടുതൽ ഓക്സിജൻ പ്രവേശിക്കും, കൂടുതൽ കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകും. അങ്ങനെ ശരീരത്തിന് അത് പ്രയോജനപ്പെടും. അതുപോലെ നമ്മൾ തല കുത്തിവെക്കുമ്പോൾ ഈ ബ്ലഡ് മുഴുവൻ തലയിലേക്ക് ഒഴുകി വരും. ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ്, അൽഷിമേഴ്സ്, സ്ട്രോക്ക്, കണ്ണിന്റെ പ്രശ്നം, ഇങ്ങനെ കുറേ രോഗങ്ങൾ പ്രമേഹമുള്ളവർക്ക് ഉണ്ടായി വരുന്നുണ്ട്. ഈ രോഗങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ ഇന്ന് കുറഞ്ഞു വരും. പിന്നെ കണ്ണിന് അസുഖം ഉള്ളവർ അങ്ങനെ നിൽക്കരുത്. നിലവിൽ കണ്ണിന് ഹൈപ്പർ ടെൻഷൻ, പ്രഷർ കൂടുതലുള്ളവർ അത് ചെയ്യണ്ട, അല്ലാത്തവർക്കൊക്കെ അത് ചെയ്യാം. അങ്ങനെ നമ്മുടെ ശരീരത്തിന് നാളെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഇത്തരം യോഗ ദിവസവും അഭ്യസിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഓക്കെ.